നമസ്കാരം കേട്ടോ, ജയനാണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഇലക്ട്രിക് കാറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ ഇതിൻ്റെ ലോഞ്ച് കഴിഞ്ഞിട്ട്. മറ്റൊന്നുമല്ല, ബൈഡിൻ്റെ സീൽ എന്ന് പറയുന്ന മോഡൽ സെഡാനായിട്ടുള്ള സൂപ്പർ, അതായത് സ്പോർട്ടി മോഡലായിട്ട് വന്നിരിക്കുന്ന സെഡാൻ ബൈഡിൻ്റെ സീലിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ആയിട്ടൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ BYD അല്ലെങ്കിൽ ബൈഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ചൈനീസ് കമ്പനിയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ബിൽഡ് യുവർ ഡ്രീം എന്നാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ ഫോം ആയിട്ട് വരുന്ന BYD വരുന്നത്. ഓൾറെഡി ഇത് ഇന്ത്യയിൽ 2-3 വർഷമായിട്ട് ഇതിൻ്റെ കാറുകളുണ്ട്. കഴിഞ്ഞ വർഷം ലോകത്തിൽ ടെസ്ലയെ വെട്ടിച്ചുകൊണ്ട് നമ്പർ 1 സെയിൽസ്, ഇലക്ട്രിക് കാറുകളുടെ സെയിൽസ് സ്വന്തമാക്കിയത് ചൈനീസ് മോഡലായ ഈ BYDയുടെ കാറുകളാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കെന്ന് പറഞ്ഞാൽ 2 മോഡൽസാണുള്ളത്. അറ്റോ 3യും അതുപോലെ E6 എന്ന് പറഞ്ഞ പേരുണ്ട് കേട്ടോ. ഒന്നൊരു 30 ലക്ഷം 35 ലക്ഷം റേഞ്ച് വരുന്നു, മറ്റൊന്ന് 50 ലക്ഷത്തിൻ്റെ റേഞ്ചിൽ വരുന്ന കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ മുകളിൽ വരുന്ന ഒരു സെഡാൻ ഷേപ്പിലുള്ള അല്ലെങ്കിൽ സെഡാൻ രൂപത്തിലുള്ള ഒരു സ്പോർട്ടി ആയിട്ടുള്ളൊരു കാറാണ് കേട്ടോ ഇത്തവണ അവർ ബൈഡ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സീൽ എന്ന് പറയുന്ന മോഡൽ ഒരു ഓഷ്യൻ തീമിലാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളറുകൾ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു ഓഷ്യൻ തീമിലാണ്. അതുപോലെ തന്നെ ഡിസൈൻ ആണെങ്കിലും ഒരു ഫ്ലോയെ ഒഴുകി കിടക്കുന്ന ഒരു മട്ടിലും അതിൻ്റെ സൈഡ് വ്യൂ മിറർ, റിയർ വ്യൂ മിററൊക്കെ ആണെങ്കിൽ തന്നെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ടിയർ ഡ്രോപ്പ്, അതായത് നമ്മുടെ ബുള്ളറ്റിൻ്റെ ആ ടാങ്കിൻ്റെ ഷേപ്പ് അറിയാമല്ലോ, അതിന് പറയുന്ന ടിയർ ഡ്രോപ്പ് ഡിസൈൻ എന്നല്ലേ. അപ്പോൾ ആ ഒരു ഷേപ്പിലുള്ള ഒരു രീതിയിലുള്ള റിയർ വ്യൂ മിററുകളൊക്കെ ഡിസൈൻ ചെയ്ത്, അതുപോലെ ഫ്ലഷ് ആയിട്ടുള്ള ഡോർ ഹാൻഡിലുകൾ, അങ്ങനെ ഒത്തിരിയേറെ പ്രത്യേകതകൾ ഒരു ഭയങ്കര ഡിസൈൻ ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു സ്പോർട്ടി ഡിസൈനിലുള്ള ഒരു സെഡാനാണ് കേട്ടോ. അതായത് നമ്മുടെ ഹോണ്ട സിവിക്കിനെ ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഷേപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. റെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കൂപ്പെ, നമ്മുടെ കർവ്, മഹീന്ദ്രയുടെ കർവ് ടാറ്റയുടെ കർവ് നമ്മൾ കണ്ടിരുന്നുണ്ട്, അതിൻ്റെ ഒരു കൂപ്പെ ഡിസൈൻ വന്നിരിക്കുന്നത്. അതുപോലെ റെയറിലെ വിൻഡോ ബാക്കിൽ ബോണറ്റിലേക്ക് ഒഴുകി ഇറങ്ങുന്ന ഒരു കൂപ്പെ ഡിസൈനിലൊക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേട്ടോ. ഫീച്ചേഴ്സ് നോക്കുന്നത് LED ഹെഡ് ലാംപ്സ്, പവേർഡ് ഫ്രണ്ട് സീറ്റ്സ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇപ്പം ടേബിളിൽ കാണാൻ പറ്റും. അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിൽ 9 എയർ ബാഗ് വരുന്നുണ്ട്, ESC വരുന്നുണ്ട്, പാർക്കിംഗ് സെൻസർ, 360 ഡിഗ്രി ക്യാമറ, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ലൈൻ ഡിപ്പാർച്ചർ വാണിംഗ്, അഡാസിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് കാണാം, നമുക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും അഡാസിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് വരുന്നത്. ഡിസൈനിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ബോൾഡായിട്ടുള്ള സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈനായിട്ട് വരുന്നത്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കും ഡോർ പാഡാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക്ഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആയിട്ട് ടോട്ടലി വന്നിരിക്കുന്നത്, മൊത്തത്തിലൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 15.6 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. 3 വേരിയൻ്റാണ് വരുന്നത്. ഡൈനാമിക്, പ്രീമിയം, പെർഫോമൻസ്. 41 ലക്ഷത്തിന് ഡൈനാമിക്, 45.5 ഇഞ്ചിന് പ്രീമിയം വരുന്നത്. അതുപോലെ 53 ലക്ഷത്തിൻ്റെ പെർഫോമൻസും വേരിയൻ്റാണ് വരുന്നത്. 3.8 സെക്കൻഡിൽ 100 കിലോമീറ്റർ റേഞ്ചിൽ എത്താൻ പറ്റുന്ന മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത്. പവർ ട്രെയിൻ നമുക്ക് നോക്കാൻ പറ്റും. അതായത് 41 ലക്ഷത്തിന് ഡൈനാമിക് 7.5 സെക്കൻഡിൽ 100 കിലോമീറ്റർ സ്പീഡിൽ എത്തുമ്പോഴത്തേക്കും പെർഫോമൻസ് വേരിയൻറ്റ് വരുന്ന 3.8 സെക്കൻഡിൽ 100 കിലോമീറ്റർ റേഞ്ച് എത്തും കേട്ടോ. അതുപോലെ 5.9 സെക്കൻഡിലാണ് പ്രീമിയം വേരിയൻറ്റ് വരുന്നത്. 45.55 സെക്കൻഡിൽ 100 കിലോമീറ്റർ എത്താനായിട്ട് 5.9 സെക്കൻഡ്സ് ആണ് എടുക്കുന്നത്. അതുപോലെ ഡൈനാമിക്കിലേക്ക് വരുമ്പോഴത്തേക്ക് 204 HP മോട്ടറാണ് വരുന്നത്. അതുപോലെ പ്രീമിയയിൽ വരുമ്പോഴത്തേക്കും 312 HP 530 HP ആണ് പെർഫോമൻസ് വേരിയൻറ്റ് വരുന്നത്. അത് ഓൾ വീൽ ഡ്രൈവ് ആണ് വരുന്നത്, പെർഫോമൻസ് വേരിയൻറ്റ് മാത്രം കേട്ടോ. മൊത്തത്തിൽ ബാക്കിലേക്കും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ടെയിൽ ലാമ്പ് ആണെങ്കിലും എല്ലാം LED-യിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ വലിയൊരു ബമ്പർ ഡിസൈനെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്രില്ലുകളൊന്നും കാണാൻ പറ്റുന്നില്ല. ഗ്രില്ലുകൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സാധാരണ ഗ്രില്ലുണ്ടാവാറില്ല, പക്ഷേ എയർ ഡോമുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ബാറ്ററിയുടെ റേഞ്ചും ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം കേട്ടോ. ഡൈനാമിക് എന്ന് പറയുന്നത് ബേസ് വേരിയൻറ്റിലേക്ക് വരുന്ന 510 കിലോമീറ്റർ റേഞ്ചാണ് കേട്ടോ പറയുന്നത്. അതുപോലെ പ്രീമിയം വരുമ്പോഴത്തേക്ക് 650 കിലോമീറ്ററിൻ്റെ റേഞ്ചാണ് വരുന്നത്. പെർഫോമൻസിലേക്ക് വരുമ്പോഴത്തേക്കും 550 കിലോമീറ്റർ റേഞ്ചാണ് വരുന്നത്. ഇവരുടെ ശരിക്കും പറഞ്ഞാൽ ബാറ്ററി ഒരു പേറ്റൻറ്റ് ടൈപ്പ് ബാറ്ററിയാണ് കേട്ടോ. ബ്ലേഡ് ബാറ്ററി എന്നാണ് പറഞ്ഞത്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ BYDക്ക് അവരുടേതായ ഒരു റിസർച്ച് വിങ് തന്നെയുണ്ട്. ഈ ബാറ്ററിയുടെ റിസർച്ചും കാര്യങ്ങളും ഒരു വർഷങ്ങളായിട്ട് ഇവർ ബാറ്ററിയുടെ തന്നെ ഡിസൈനിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പേറ്റൻറ്റ് ആയിട്ടുള്ള ബാറ്ററിയാണ് BYDയുടെ എല്ലാ വാഹനങ്ങളിലും ഉപയോഗിക്കുന്നത്. ബ്ലേഡ് ബാറ്ററി എന്നാണ് പറയുന്നത്. അതായത് പ്ലാറ്റ്ഫോമിലോട് ചേർന്നിരിക്കുന്ന, അതോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഭയങ്കര തിന്നായിട്ടുള്ള കുറച്ച് സ്പേസിൽ കൂടുതൽ ചാർജ് അല്ലെങ്കിൽ കൂടുതൽ കപ്പാസിറ്റി എടുക്കാൻ പറ്റിയ ബ്ലേഡ് ബാറ്ററികളാണ് കേട്ടോ BYD ഉപയോഗിക്കുന്നത്. അതുപോലെ ഇൻറ്റീരിയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലെതർ സീറ്റുകളാണ്, സ്പോർട്ടി ആയിട്ടുള്ള സ്പോർട്സ് കാറുകൾ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള സീറ്റുകളാണ്, സപ്പോർട്ടുകളുള്ള സീറ്റുകളാണ്. അതുപോലെ 15.6 ഇഞ്ചിൻ്റെ ശരിക്കും പറഞ്ഞ ഒരു ചെറിയ ലാപ്ടോപ്പ് എടുത്ത് വെച്ചിരിക്കുന്ന പോലത്തെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. അത് നമുക്ക്
മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് 1.9 മീറ്റർ വീതിയിലുള്ള ഫുള്ളായിട്ട് വരുന്ന സൺറൂഫാണ്. അതായത് ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ കിടക്കുന്ന സൺറൂഫാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാറിന് ഒരു ഗ്ലാസ് ടോപ്പ് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഫ്രണ്ട് ഹോൾ ബാക്കി വരെ കിടക്കുന്ന സൺറൂഫാണ് വരുന്നത്. പിന്നീട് ഉള്ളിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ AC കൺട്രോളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിസ്റ്റലായിട്ട് വരുന്ന നോബ്, അതുപോലെ 2 വയർലെസ് ചാർജിങ് പോയിന്റുകൾ, അതുപോലെ കപ്പ് ഹോൾഡേഴ്സുകൾ കണ്ടത് അത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കപ്പ് ഹോൾഡറുകൾ, അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് എല്ലാം കാണാൻ പറ്റും. എന്തായാലും നമ്മൾ ഷോറൂം വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഇടാൻ കേട്ടോ. ഇത്തവണ നമ്മൾ പ്രൈസും കാര്യങ്ങളായിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.